ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറബിക് ഡിഷായിട്ടുള്ള ദജാജ് അൽഫാം അഥവാ അൽഫാം ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത്. എങ്കിലും എല്ലാവർക്കും ഇതിൻ്റെ മസാല എന്താണ്, ഇതിലേക്ക് മാരിനേഷന് വേണ്ടി ചേർക്കുന്ന മസാല എന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു അറബിക് ടേസ്റ്റിലുള്ള അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1200 ഗ്രാം തൂക്കം വരുന്ന ഒരു ചിക്കനാണ് നല്ല കഴുകി ഉൾഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. ഒരു അറബിക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ തൊലിയോടെ തന്നെ വേണം നമ്മളിതിനെ ഗ്രിൽ ചെയ്തെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞിട്ടില്ല. ഇനി ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് എടുക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ എല്ലാ ജോയിൻസും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് പീസാക്കി എടുക്കുകയാണ്. രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുപോലെ കാലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ കത്തി വെച്ച് കുത്തി ഇറക്കി ഒന്ന് കീറി കൊടുക്കുക. എന്നാലാണ് കറക്റ്റായിട്ട് അകത്തേക്ക് മസാല പിടിക്കുകയുള്ളൂ. പിന്നെ ഇത് വെന്ത് കിട്ടാനും നല്ലതാണ്. ഇനി ഇതുപോലെ കാലിൻ്റെ ജോയിൻസ് എല്ലാം ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. അതുപോലെ ഈ ചിക്കൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല കുറച്ച് ഇറച്ചി കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഒന്ന് തുറന്ന് വെക്കുകയാണ്. അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ കുറച്ച് നല്ല കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് വേവാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കത്തി വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചിക്കന് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇനി ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു വെളുത്തുള്ളി മുഴുവനായിട്ട്, ഒരു പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അല്പം വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാപ്രി ചില്ലി പൗഡറാണ്, അതായത് റെഡ് ക്യാപ്സിക്കയുടെ പൗഡറാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ ഒരു പകുതി മുറി നാരങ്ങയുടെ നീര് എന്നിവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ അറബിക് മസാലയാണ്. അതായത് നമ്മൾ കപ്സയിലേക്കൊക്കെ ചേർക്കുന്ന മസാലയില്ലേ, ആ മസാല. ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുത്താലും മതി. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമല്ലി, കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ചെറിയ ജീരകം, അതുപോലെ ഏലക്കായ, പട്ട, ഗ്രാമ്പു, അതുപോലെ ചെറിയൊരു ഉണക്ക നാരങ്ങ, പിന്നെ ഒരു ബേ ലീവ്സും കൂടി വേണം. ഇത് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ അറബിക് മസാല റെഡിയായി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ചിക്കൻ്റെ സ്കിന്നിൽ നിന്ന് തന്നെ ഒരുപാട് ഓയിൽ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാനിവിടെ നല്ല കളറിന് വേണ്ടിയിട്ടും എരിവില്ലാതിരിക്കാനുമാണ് പാപ്രി പൗഡർ എടുത്തത്, ക്യാപ്സിക്കയുടെ ചില്ലി പൗഡർ എടുത്തത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയോ ഇനി സാദാ ചില്ലിയോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ മസാല നമ്മൾ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. എപ്പോഴും ഗ്രിൽ ചെയ്യാനുള്ള എന്ത് ഐറ്റം എടുക്കുകയാണെങ്കിലും നമ്മൾ ഓവറായിട്ട് മസാല തേച്ച് പിടിപ്പിക്കരുത്. കാരണം നമ്മൾ ഗ്രിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ മസാല, മുകളിലുള്ള ആ മസാല അങ്ങ് കരിഞ്ഞു പോവും. മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ കത്തി കൊണ്ട് കീറി കൊടുത്ത ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു മിനിമം ഒരു 1 ഹവറെങ്കിലും നമ്മൾ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഫ്രിഡ്ജിലെ താഴത്തെ റോല് വെച്ചാൽ വളരെ നല്ലത്. അതിനുശേഷം ആണ് നമ്മളിത് ഗ്രിൽ ചെയ്യാൻ എടുക്കുന്നത്. ഇപ്പോൾ 1 ഹവർ ആയിട്ടുണ്ട്. നമ്മൾ ഗ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓവനിൽ ഗ്രിൽ റാക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കനലിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഗ്രിൽ കമ്പിയുടെ മുകളിലേക്ക് നമ്മൾ ചിക്കന് പരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ചിക്കന് ഒരു അരമണിക്കൂർ മുതൽ 35 മിനിറ്റ് വരെ ഓവനിൽ ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. ഓവൻ്റെ ഡിഫറൻസിനനുസരിച്ച് ഇത് വേവാനെടുക്കുന്ന ടൈമിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മളിത് ഓവനിൽ വെച്ച് കൊടുക്കുമ്പം ഒരിക്കലും ഈ അടിയിൽ ഒരു ഡിഷ് ഉണ്ടാവും, ഇതുപോലെ ഒരു റാക്ക്, അത് വെച്ച് കൊടുക്കാൻ മറക്കരുത്. കാരണം ഇതിൽ നിന്ന് ഒരുപാട് ഓയിൽ താഴേക്ക് ഒലിച്ചിറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെടുക്കാം. ഇത് കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല.
കണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ അൽഫാം ചിക്കൻ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത്. ഇതിലേക്ക് നമ്മൾ കുബൂസും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ സോസുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സോസ് നമ്മൾ ചാനലിൽ മുൻപ് ജിഞ്ചർ ബർഗർ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ മയണൈസ് കൂട്ടിയിട്ടൊക്കെ നമുക്ക് കഴിക്കാം. മയണൈസിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.